നമസ്കാരം. പ്രകൃതി സംരക്ഷണം, ജീവസംരക്ഷണം. ചരിത്ര താളുകൾ മറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ചില വാർത്തകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മലപ്പുറം ദുരന്തം, മരണം 40 കഴിഞ്ഞു. വയനാട്ടിൽ മണ്ണിടിച്ചിൽ, ഗ്രാമം അപ്രത്യക്ഷമായി. കാശ്മീർ പ്രളയം, രക്ഷാദൗത്യം പാളി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ചരിത്രത്തിലെ യുദ്ധ ദുരന്തങ്ങൾ പറഞ്ഞാൽ തീരില്ല. കസ്തൂരി രംഗനും ഗാർഗിലും പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ തീർത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം. എന്തെല്ലാം ആഘോഷങ്ങളാണ് നാം കാണുന്നത്. ഒരൊറ്റ ദിവസത്തെ പരിസ്ഥിതി സ്നേഹം പ്രഹസനങ്ങളായി മാറുന്നത് നിത്യ കാഴ്ചകളാണ്. 364 ദിവസത്തെ മറന്ന് ഒരൊറ്റ ദിവസത്തെ പരിസ്ഥിതി സ്നേഹം, മാധ്യമ ചർച്ചകൾ, പുതിയ കാലത്തെ വൃക്ഷത്തെ നട്ടുള്ള വെല്ലുവിളികൾ, ഇതൊക്കെ ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണോ അതോ പ്രശസ്തിക്ക് വേണ്ടിയോ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നാം അതിനെ ആദരിക്കുന്നു. പക്ഷെ അത് മതിയോ? എന്താണ് പരിസ്ഥിതി? പ്രകൃതിയുടെ ഒരംശം മാത്രമായ മനുഷ്യന് പ്രകൃതിയില്ലാതെ നിലനിൽക്കാനാവില്ലെന്നുള്ള ബോധമാണ് യഥാർത്ഥ പാരിസ്ഥിതിക ബോധം അഥവാ പ്രപഞ്ചബോധം. പ്രാചീന മനുഷ്യർ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു, പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നു. പ്രാചീന മനുഷ്യൻ തന്നെ പ്രകൃതിയുടെ അടിമയായി കരുതി. അവനെ ഒറ്റയ്ക്കും കൂട്ടത്തോടെയും നശിപ്പിക്കാൻ കഴിവുള്ള ശക്തികളായാണ് തീ, വെള്ളം, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളെ അവൻ കണ്ടത്. പ്രാചീന മനുഷ്യർ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു, പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നുകളിലേക്ക് തിരിയുമ്പോഴോ ഗ്രേറ്റ ട്യൂൺബർഗിനെ പോലത്തെ വിദ്യാർത്ഥികൾ ഇനിയും ഉടലെടുക്കേണ്ടതുണ്ട്. ആമസോൺ കാടുകൾ കത്തി അമരുകയാണ്. ലിയനാർഡോ ഡികാപ്രിയോ പറഞ്ഞതുപോലെ, ആമസോൺ കാടുകൾ കത്തുമ്പോൾ നമ്മുടെ തന്നെ ശ്വാസകോശമാണ് കത്തി അമരുന്നത്. നാം ഏവരും ചിന്തിക്കേണ്ട ഒരവസ്ഥയാണിത്. കോൺക്രീറ്റ് സമുച്ചയങ്ങളും മറ്റും മനുഷ്യർ പണിതുയർത്തി പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. ഞണ്ടിൻ കുഞ്ഞുങ്ങൾ അമ്മയെ കാർന്നു തിന്ന് തൊണ്ടുമാത്രം അവശേഷിപ്പിക്കുന്നു എന്ന് പറയുന്നു. നാം ഞണ്ടിൻ കുഞ്ഞായി മാറാതിരിക്കാം. ഇനിയും മരിക്കാത്ത ഭൂമി നിൻ ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്ന ONV കുറുപ്പിൻ്റെ നിരാശയാണോ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? അതോ സർവം സഹയായ, ഭൂതധാത്രിയായ, സമഭാവന ഉൾക്കൊള്ളുന്ന ഭൂമിയോളം വലുതാവാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? ഭൂമിയോളം വലുതാവാനുള്ള ONV കുറുപ്പിൻ്റെ തന്നെ ആഹ്വാനം നമുക്ക് നെഞ്ചേറ്റാം. ദിനാചരണങ്ങളുടെ പരിധിക്ക് പുറത്തു ചാടി ഭൂമിക്കായി ഒരു തൂവൽ സ്പർശമെങ്കിലും നമുക്ക് നൽകാം. വരാനിരിക്കുന്ന തലമുറകളെ ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഭൂമിക്കായി ഞാൻ നിലകൊള്ളും. നാവേറും കല്ലേറും ഏൽക്കാതെ ഈ അമ്മയെ സംരക്ഷിക്കാൻ നമുക്ക് ഒന്നാവാം. ഓർക്കുക, അവസാനത്തെ മരവും വീണു കഴിയുമ്പോൾ, അവസാനത്തെ പുഴയും വറ്റിക്കഴിയുമ്പോൾ, അവസാനത്തെ മത്സ്യവും ചത്തുപൊങ്ങുമ്പോൾ പണം ഭക്ഷിച്ച് വിശപ്പകറ്റാൻ കഴിയുമോ? നിർത്തുന്നു. നന്ദി.